ഇതൊരു സാംസങ്ങിൻ്റെ ഫ്രീസറാണ്. ഫ്രിഡ്ജ് സാംസങ്ങിൻ്റെ മോഡൽ നമ്പർ RF220NFTA-WW, അതാണ് മോഡൽ നമ്പർ. അപ്പോൾ ഇതിൻ്റെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. ഫ്രിഡ്ജ് മുകളിൽ ഫ്രിഡ്ജാണ്, താഴെ ഫ്രീസറും. മുകളിൽ ഫ്രിഡ്ജിൽ വർക്കാവാതിരിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ തണുപ്പ് വരുന്നേ ഇല്ല. അപ്പോൾ ഞാൻ കുറേ ഓൺലൈനിലൊക്കെ തപ്പിയപ്പോൾ അതിൽ കാണിക്കുന്നില്ല. ഈ പുറകിലത്തെ നടുക്കുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കവർ അത് അഴിച്ചെടുക്കുക. അതിൻ്റെ പുറകിൽ ഇവാപ്പറേറ്റർ ഫാൻ കാണും, അത് വർക്കാകാത്തതാണ് കാരണം എന്നാണ് പറയുന്നത്. ഞാനത് അഴിച്ച് നോക്കി, അതിൻ്റെ പുറകിലൊന്നുമില്ല. വെറുതെ അതൊരു ജസ്റ്റ് ഒരു പാസേജ് വേ മാത്രമാണ്, എയർ പാസേജ്. പിന്നെ ഇത് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ പരിപാടി, എങ്ങനെയായിരിക്കും സ്ട്രക്ചറൊന്നും എനിക്കൊരു പിടുത്തമില്ല. ഓൺലൈനിലൊന്നും ഒരു മാനുവലും ഇല്ല. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഫുൾ എൻക്ലോസ്ഡാണ്. സോ അവിടെ യാതൊരു വിധത്തിലുള്ള ഇതുമില്ല. താഴെ കംപ്രസർ കാണാൻ പറ്റും, കംപ്രസറിൻ്റെ ഫാനും കാണാൻ പറ്റും ആ കവർ തുറന്നു കഴിഞ്ഞാൽ. പിന്നെ കൂടുതൽ ചെക്ക് ചെയ്തപ്പോൾ അവസാനം ഞാൻ ഫ്രീസർ എന്തായാലും അഴിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രീസർ അഴിച്ചിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ പുറകിൽ ഇങ്ങനൊരു കവറുണ്ട്. ഈ കവറിൻ്റെ അകത്താണ് ഇവാപ്പറേറ്റർ ഫാൻ ഇരിക്കുന്നത്. ഈ ഫാൻ അവിടുന്ന് ആ ഫ്രീസറിൻ്റെ ഇവിടെയുള്ള തണുപ്പ് മുകളിലേക്ക് പിടിച്ചു വിടും. അങ്ങനെയാണ് ഫ്രിഡ്ജ് നടക്കുന്നത്. ഇതിൻ്റെ സാധനത്തിൻ്റെ മോഡല് ഈ മോഡലാണ്. ഇതിലെഴുത്ത് കറക്റ്റ് ക്ലിയർ അല്ല. DA31002870B ഒറിജിനലാണെന്ന് ദൈവത്തിനറിയാം, പക്ഷെ സാധനം ഫ്രീ സ്പിന്നിങ് ആണ്. ഇത് പഴയ ഇവാപ്പറേറ്റർ ഫാന് ബലം പിടിച്ചു കറങ്ങും. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കറക്കിയാൽ മാത്രമേ കറങ്ങുള്ളൂ. തൊട്ട് വിട്ട് കഴിഞ്ഞാൽ അത് കറങ്ങത്തില്ല. മറ്റേതാണെങ്കിൽ കണ്ടോ, തൊട്ട് കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ ബെയറിങ് പോയതാണ്, അത് കാരണം അത് കറങ്ങത്തില്ല. 12 വോൾട്ടിൻ്റെ ഇത് ഒറിജിനൽ പാർട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ നമ്പർ DA31002870B. ആമസോണിൽ നിന്ന് ഇത് $27 വാങ്ങിച്ചതാണ്. $27 ആകുമ്പോൾ എങ്ങനെ എത്ര കാലം ഓടുന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ നമുക്കത് കുഴപ്പമില്ല. ഇപ്പോൾ ഇനി എന്താ പറയുക, 2 കൊല്ലം ഓടിയിട്ടാണ്, പിന്നെ വേണം മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. 2 കൊല്ലെങ്കിലും ഓടിയാൽ മതിയിരുന്നു. ഒരു മാസം കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ പണിയാം. ഇത് വാങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്ന് സാധനം കൈ കിട്ടി. കാരണം ഇത് ഒരാഴ്ചയായി ഫ്രിഡ്ജില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷനൊക്കെ തപ്പിയിട്ടൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഗതി കിട്ട അവസാനം എല്ലാം അഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും അതുകൊണ്ട് ഭാഗ്യം കണ്ടു കിട്ടി. അല്ലെങ്കിൽ ഈ ഫ്രിഡ്ജ് ഇപ്പം കൊണ്ട് ഒഴിവാക്കിയിരുന്നെങ്കിൽ, സ്ക്രാപ്പെന്നും പറഞ്ഞാൽ കൊടുത്തിരുന്നെങ്കിൽ, അത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് തുറന്ന് അത് റെഡിയാക്കിയിട്ട് അവർ മറിച്ച് വയ്ക്കും. ഞാൻ ഈ ഫ്രിഡ്ജിന് ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇത് വീടിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത്. അതിന് $3300 ഈ ഫ്രിഡ്ജിൻ്റെ വില. ഈ കണ്ട ആരെങ്കിലും പറയൂ അല്ലേ. അപ്പോൾ എന്തായാലും ഒരു $30 സാധനം, അത് കാരണമാണ് ഇത്രയും പ്രശ്നമുണ്ടായത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ, ആർക്കെങ്കിലും ഇങ്ങനത്തെ വല്ല ഫ്രിഡ്ജോ വല്ല ഇതും ഉണ്ടെങ്കിൽ ഇതുപോലെ തുറന്ന് നോക്കുക. എനിക്കാകെ എത്ര സ്ക്രൂ അഴിക്കേണ്ടി വന്നു. എനിക്ക് ഈ ഐസ് മേക്കർ ഉണ്ടായിരുന്നു ഇവിടെ ഓൺ ദ വേയിൽ, അതിന് 2 സ്ക്രൂ ഉണ്ടായിരുന്നു മുകളിൽ റൂഫിൽ. പിന്നെ ഇതിൻ്റെ റാക്കും കാര്യങ്ങളെല്ലാം റിമൂവ് ഉണ്ടായിരുന്നു. പിന്നെ റാക്ക് ഡ്രോവർ റിമൂവൽ എളുപ്പമാണ്. ഇത് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ റെയിലിങ്ങനെ വലിച്ച് പുള്ളി ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് വന്നു. മുകളിലത്തേക്കും റിമൂവൽ ഈസി ആയിരുന്നു. പിന്നെ അത് കഴിയുമ്പോൾ പുറകിലാ കവർ, അതിന് 2 സ്ക്രൂ അത് അഴിച്ച് കഴിഞ്ഞപ്പം അതിൽ എന്നുവെച്ചാൽ ഫാൻ ഇതിലാണല്ലോ, അപ്പോൾ നമുക്ക് വലിച്ച് എടുക്കാൻ പറ്റത്തില്ല കവർ, കാരണം അതവിടെ പ്ലഗ് ഇൻ ചെയ്തേക്കായിരിക്കും ഫാന്. സോ അതുകൊണ്ട് ഇച്ചിരി മെനക്കെട്ടണോ ഒന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ പ്ലഗ് അവിടെ ഉള്ളത്. ഇതിപ്പോൾ ഞാൻ ഹീറ്റർ ഓണാക്കി വെച്ചേക്കാണ്, കാരണം കണ്ടൻസറിൻ്റെ മുകളിൽ ഒരുപാട് ഐസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങ് മെൽട്ടായി പോട്ടെ. ഇപ്പോൾ വെള്ളമായിട്ട് നിൽക്കുക. കണ്ടൻസറും പറഞ്ഞു കണ്ടൻസർ മറ്റേ വണ്ടിയുടെ ഒക്കെ കണ്ടൻസർ പറഞ്ഞു കണ്ടൻസർ ഒന്ന് വായിൽ വരുള്ളൂ. അങ്ങനെ രാത്രി മുഴുവൻ ഓണാക്കിയിട്ടു നോക്കുമ്പോൾ ഫ്രിഡ്ജ് നല്ല തണുപ്പുണ്ട്. സോ ഇവാപ്പറേറ്റർ ഫാനായിരുന്നു ഇഷ്യൂ.